കഞ്ഞി കുടിക്കാൻ പോവാ അമ്പലത്തിൽ. കഞ്ഞി കുടിക്കാം. അപ്പൊ ഞങ്ങൾ കണ്ട കഞ്ഞി കുടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രകൃതി രമണീയമായ ഞങ്ങളുടെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. ഞങ്ങളുടെ മാറനാട്, സ്വന്തം മാറനാട് കടലായ മാറനാട്. അപ്പം നമ്മള് നമ്മുടെ പിള്ളേർ കുറെ നാളായിട്ട് ആ ഒരു സ്ഥലത്തില്ലായിരുന്നു. അപ്പം നമ്മൾ ഒരുപാട് നാളായി കഞ്ഞി കുടിച്ചിട്ട് പിന്നെ വെറൈറ്റി ആയിട്ട് നമ്മൾ നടന്നു പോയി. നാടൻ രീതിയിൽ നല്ല കഞ്ഞിയും, അമ്പലത്തിലെ നല്ല കഞ്ഞിയും, മറ്റേ എന്റെ പേരെന്താ അസ്ത്രം. അപ്പൊ ആ സംഭവമൊക്കെ കഴിക്കാനായിട്ടാണ് പിള്ളേരെല്ലാം നടന്ന് ഒരുപാട് നാളായി എല്ലാവരും നടന്നിട്ട്. ഈ വൃശ്ചികത്തിൽ ആദ്യത്തെ കഞ്ഞി നമ്മൾ 2 കിലോമീറ്ററോളം നടന്നു. പണ്ട് നമ്മൾ ഒത്തിരി നാളായി നടന്നിട്ട് എല്ലാവർക്കും ബൈക്കും കാറും ഒക്കെ ഉണ്ടായിട്ട് എല്ലാവരും കാറിലും ബൈക്കിലൊക്കെ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ കണ്ട് നടന്ന് ഞായറാഴ്ച ആയിട്ട് സൂപ്പർ കഞ്ഞി കുടിക്കാനായിട്ട് പോവാണ്. ഓർമ്മകൾ ഇവറക്കുന്ന ഓരോ രീതികളാണ്. നമ്മളല്ലേ പണ്ട് ഈ കുളിക്കാൻ വരുന്ന വഴിയായത് ഓർമ്മ? പിന്നെ നമ്മൾ ഇവിടുന്ന് പാലെല്ലാം വൃത്തിയാക്കി എടുത്ത് ചാടി വളരെ കുളിക്കും. ഇതൊരു വൈബാട്ടോ. ഇത് ഒരു ഗ്രാമീണ സൗന്ദര്യമാണ്. നമുക്ക് ഇലിച്ചിട്ട് കഞ്ഞിയും കൊണ്ടുവരുന്നത് കിച്ചുവിൻ്റെ അമ്മ കഞ്ഞിയും കൊണ്ടുവരുവാണ്. അന്നെടുത്തോ കുളമാണ്. നമ്മുടെ കിച്ചുവിൻ്റെ അമ്മയാണ്. കിച്ചുവിൻ്റെ അമ്മ ഒരു കാലം കഞ്ഞി വീട്ടിൽ കൊണ്ടുപോവുകയാണ്. നാളെ വീഡിയോ കിട്ടുന്നത് അമ്പലമാണത്. ചെറാന്ന് പറയുമ്പോൾ ഇത്രയും വെള്ളമുള്ളൂ ചെറിയ ഈ ഭാഗത്ത് അറിയില്ല. ഇപ്പൊ എന്താ പറഞ്ഞാൽ ഈ ഭാഗത്തും കേരളത്തിലും ഇല്ലാത്ത പറഞ്ഞു. പിന്നെ പറയണ്ട, മാറനാട് നമുക്ക് മാത്രം പ്രത്യേകത ഉള്ളത്. നല്ല മനുഷ്യർ നമ്മളൊക്കെ. നൈസായിട്ട് തേയില കഞ്ഞി തീർന്നു. ഉള്ളത് കൂട്ട് എല്ലാവരും ഷെയർ കഴിക്കും. അപ്പത്തോട്ട് വിളിക്കുന്ന കാര്യം പിടിക്കാൻ പറ്റും. ആര് കുഞ്ഞടിച്ചില്ലേ? പിന്നെ കഞ്ഞി കിട്ടാത്തപ്പോൾ എങ്ങനെ ശേഖരിക്കുമോ? കഞ്ഞി വിരിഞ്ഞില്ല. വീഡിയോ എടുത്തിട്ട് വരുന്നോളാം. സൂപ്പർ തന്നെയാണ്ട. നൈസായിട്ട് ഇതിനോട് പോരിട്ടണ്ട. കുടിച്ചോ മതി. ഇതാണ് നമ്മുടെ കഞ്ഞി വെച്ച കുക്കിംഗ്. കഞ്ഞിയും കറിയും എല്ലാം വെച്ചത്. 22-ാം തീയതി വല്യക്കുറ്റിയിലുണ്ട്. 22-ാം തീയതി വല്യക്കുറ്റിയുണ്ട്. എല്ലാവരും കഴിക്കാനായിട്ട് വരണം.
ആണ് നമ്മുടെ പ്രകാശൻ. നമ്മൾ കഞ്ഞിയെക്കുറിച്ച് പ്രകാശൻ്റെ അടുത്ത് എന്താണ് അഭിപ്രായം ചോദിക്കാം. പ്രകാശൻ്റെ കഞ്ഞി എങ്ങനെ ഉണ്ടായിരുന്നു? കഞ്ഞി സദ്യയെ കുറിച്ച് അഭിപ്രായം എന്ന് പറഞ്ഞു. കഞ്ഞിയുടെ അസിസ്റ്റന്റ് മറ്റേത് നമ്മുടെ ഇത് കരിയില കമ്പത്തി ഇടുന്ന ഗുണ്ടാണ്. ഇതാണ് ഇങ്ങനെ പൊട്ടും. യൂട്യൂബിലെ അറിയത്തില്ല. ഓക്കെ, അപ്പൊ ഞങ്ങൾ താണ്ടെ നമ്മുടെ പിള്ളേര് അഭിപ്രായം എന്താ? കഞ്ഞി കുടിക്കാൻ വന്നതിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഒരു വറ്റ് പോലും ഇതാണ് ഞങ്ങളുടെ അമ്പലത്തിലെ നന്ദികേശൻ എന്ന് പറയുമ്പം ഞങ്ങളുടെ ഇരട്ടക്കാളയുടെ ഷെഡാണിത്. ചങ്ങള താണ്ടെ ഇതാണ് ഞങ്ങളുടെ പ്രകൃതി രമണീയത എന്ന് പറയുന്നത്. ഞങ്ങളുടെ അമ്പലത്തിന്റെ വ്യൂ ആണിത്. പ്രകൃതി രമണീയത കണ്ട് കഞ്ഞിയും കിട്ടിയില്ല, എല്ലാവരും നാണ് വരുന്നത്. രമണി പ്രകൃതി മാത്രം. ഇത് നമ്മുടെ അമ്പലത്തിന്റെ വ്യൂ ആണ്. കണ്ണൊന്ന് മാറൂ. നൈസ് പ്ലേസ്. ഇതാണ് ഞങ്ങളുടെ അനന്ത് വശം. നേരത്തെ വന്ന് കഞ്ഞി കുടിച്ചു. അവൻ ബുദ്ധിമാനാണ്. അവന് പ്രകൃതി വേണ്ട, കഞ്ഞി മതി എന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ ഇനി നമ്മൾ പോകുന്ന വഴികൾ കേട്ടോ. നൈസ് വഴി കേട്ടോ. നമ്മുടെ നാടൻ ഒരു എന്തോ വില്ലേജ് വ്ളോഗ് തന്നെ പറയുന്നത് അല്ലേ? വൈശാഖിന്റെ അഭിപ്രായം എന്താണ്? പ്രകൃതി രമണീയമായ സ്ഥലമല്ലേ അതാണ് മാറനാട് എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് സുന്ദരമാണ്. നിങ്ങൾ താണ്ട് അവര് പ്രകൃതി രമണീയത ആസ്വദിച്ച് വന്നാണ് വണ്ടി മറന്നു തിരിച്ചു പോവുകയാണ്. ഓക്കെ അങ്ങ് അവിടെ. അപ്പം ഞങ്ങളുടെ വൈബ് എന്ന് വെച്ചാൽ പൊളി വൈബ്. കഞ്ഞിയും കുടിച്ച് അത്രയും കുടിച്ച് എല്ലാം ഇടില്ല. അത് തന്നെ ഇച്ചിരി വെള്ളം കിട്ടിയത് ദേവിയുടെ കാരുണ്യം കൊണ്ട് ഇച്ചിരി വെള്ളം കിട്ടി. കറിക്കാത്ത കലക്കി കുടിച്ച് നമ്മുടെ കഞ്ഞി കുടിക്കാൻ പോയതിനെ പറ്റിയുള്ള റിവ്യൂ ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു? വൈബൊക്കെ അടിപൊളി വൈബായിരുന്നു. പക്ഷെ കഞ്ഞി കിട്ടിയില്ല. നമുക്ക് അബദ്ധം പറ്റി നമ്മള് കുറെ സമയം പ്രകൃതി ആസ്വദിച്ചു പോയി. അപ്പം പിന്നെ ഏകദേശം ഞങ്ങൾ അവിടുന്ന് ഒരു 11:30 തിരിച്ചതാ. 12 കാലം ഇവിടുത്തെ രമണീയതൊക്കെ ആസ്വദിച്ച് വന്നപ്പോ എത്ര മണി? 12 കാലായി. അപ്പോഴത്തേനും ഇവിടെ ഏകദേശം പാത്രം കഴുകി തുടങ്ങി. പിന്നെ ഇത്തിരി വെള്ളം വയറ് നിറഞ്ഞ് ഇനി വീട്ടിൽ പോകുന്ന വയറ് കാലിയാക്കിയോണ്ട് കണ്ണപ്പൻ കഞ്ഞിവെള്ളം പിടിച്ച് വയറ് അതിനിടയ്ക്കൂടെ കണ്ണപ്പ അയാളോട് കൂട്ടുന്നുണ്ട്. കഞ്ഞി കറി കിട്ടി. കറി നമുക്ക് ഇഷ്ടം പോലെ. പിന്നെ വേറെ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് സംഭവം ഒരു വില്ലേജ് വ്ളോഗാ അല്ലേ? നമ്മുടെ ലൊക്കാലിറ്റി കാണിച്ചു തരുവാണ്. എന്നും ഞങ്ങൾ കുറെ കുക്കിംഗ് മാത്രമായിട്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇത് ഇങ്ങനെ കുറച്ച് സംഭവം പൈസ ഇല്ലാത്തല്ല. പൈസ ഇഷ്ടമാണ് ഒരുപാട്. മീനും ചിക്കനും ബീഫും പൈസ ഫ്രിഡ്ജിൽ ചിക്കൻ മട്ടൺ എല്ലാം ഉണ്ട്. പക്ഷെ നമുക്കൊന്നും വേണ്ട. നമുക്ക് കഞ്ഞി അതും കിട്ടിയില്ല. ഇതിപ്പോ ഞങ്ങൾക്ക് ഒരു പ്രാക്ടീസ് ആണ്. ഇനിയിപ്പം പുൽമേട് വഴി ഒരു ശബരിമല ട്രിപ്പ്. പുൽമേട് വഴി ശബരിമല ട്രിപ്പിന് ഒരു പ്രാക്ടീസ് കൂടെ ഉണ്ട്. ഞാനാണ് നേതൃത്വം വഹിക്കുന്നത്. ഇവിടെ തുടങ്ങാൻ പൊട്ടിയിരിക്കും. ഇതാണ് നമ്മുടെ അനിയണൻ, നമ്മുടെ കരയോഗത്തിന്റെ ട്രഷററാണ്. തീർച്ചയായിട്ടും വൈകിട്ട് 6 മണിക്ക് ഉണ്ണിയപ്പം. കഞ്ഞി കിട്ടിയില്ലെങ്കിൽ എന്താ ഉണ്ണിയപ്പം നമുക്ക് എല്ലാവർക്കും ഓരോന്നോ? എല്ലാവർക്കും ഉണ്ണിയപ്പമാണ് സ്പോൺസർ ചെയ്തത് AK ട്രേഡേഴ്സ് മാറുന്നത്. അവൻ എടുത്തോണ്ട് പോയി. അണ്ണൻ എന്നോട് ചേച്ചി കഞ്ഞി വന്നായിരുന്നോ? അണ്ണൻ പോയില്ലേ? വീട്ടിലെ വാഴക്കൊല കണ്ണപ്പന്റെ കൊല
കണ്ണപ്പന്റെ വീട്ടിലെ വാഴക്കൊല കണ്ണപ്പന്റെ കൊല. അതെ, ഈ വീട്ടിൽ 15 രൂപ കഞ്ഞി ഇവിടെ കാണും. നമുക്ക് സെർച്ച് ചെയ്യാം. കണ്ണപ്പന്റെ വീട്ടിൽ പോയിട്ട് കിട്ടൂറ്റ ഹെൽമെറ്റ്, കണ്ണപ്പന്റെ കൊല എല്ലാം നിങ്ങൾ കാണാം ഗൈസ്. വെറുതെ പോയി അപ്പൊ ഞങ്ങൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. കഞ്ഞി കുടിക്കാൻ പോയിട്ട് കഞ്ഞി കിട്ടിയില്ല. ശകലം കറിയും കഞ്ഞിയുടെ വെള്ളം കിട്ടി കുടിച്ചു. പക്ഷെ അത് മതി ഇല്ലേ, അത്യാവശ്യം വയറൊക്കെ നിറഞ്ഞു. സംഭവം നല്ലൊരു വൈബായിരുന്നു അല്ലേ. അപ്പം നമ്മുടെ വ്യൂവേഴ്സ് ഒക്കെ നല്ല രീതിയിൽ കുറവാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമുക്ക് സപ്പോർട്ട് ചെയ്യുക അല്ലേ. അപ്പൊ ഞങ്ങൾ ഇതിലും കിടിലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും